അഗ്നിസാക്ഷി. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. ദേവുവിന്റെ വാക്കുകൾ അജുവിനെ ഉലച്ചു കളഞ്ഞിരുന്നു. വൈകുന്നേരം റിസോർട്ട് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള സൈറ്റ് വിസിറ്റിങ്ങിന് പോയതാണ് അർജുനും ശിവയും. തിരികെ വന്നപ്പോൾ കണ്ടത് മഞ്ഞയിൽ മെറൂൺ ബോർഡർ ധാവണിയും ചുറ്റി തലയും മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന ദേവുവിനെയാണ്. കയ്യിലൊരു പൂക്കുടയുമുണ്ട്. അരികിൽ തന്നെ പച്ചയിൽ മെറൂൺ ബോർഡറുള്ള ധാവണി ഉടുത്ത് മിത്തുവുമുണ്ട്. മിത്തു ദേവുവിനെ പോലെയല്ല. അജുവിനെ കണ്ട് മറ്റുള്ളവരുടെ അടുത്തുള്ള അത്രയില്ലെങ്കിലും അവനോട് സംസാരിക്കാറുണ്ട്. അപ്പോഴാണ് മരത്തിൽ നിൽക്കുന്ന ആളെ അവൻ ശ്രദ്ധിക്കുന്നത്. ആദി. അവൻ മരത്തിലേക്കായി പടർന്നു കയറിയിരിക്കുന്ന മുല്ലവള്ളിയിൽ നിന്നും മുല്ലമുട്ടുകൾ പറിച്ച് കയ്യിലിരിക്കുന്ന പൂക്കുടയിൽ നിറയ്ക്കുകയാണ്. മിത്തുവിന്റെ പൂക്കുടയാണ് നിറയ്ക്കുന്നത്. ഇതെന്താ ഇവിടെ? മരത്തിൽ കുരങ്ങോ? ശിവ ആദിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ശബ്ദം കേട്ട് ശിവയെ നോക്കി പുഞ്ചിരിച്ച ദേവുവിന്റെ മുഖം അജുവിനെ കണ്ടപ്പോൾ വിവരണമായി. പെട്ടെന്ന് തന്നെ അവൾ അവനിൽ നിന്നും മുഖം മാറ്റി. ഈ പെണ്ണിന് പൂവ് വേണമെന്ന് പറഞ്ഞ് എന്നെ മരത്തിൽ കയറ്റിയതാണിട. ദേവു അമ്പലത്തിൽ പൂവ് കൊണ്ടുപോകുമ്പോൾ അവൾക്കും പൂവ് കൊണ്ടുപോകണമെന്ന് ആദ്യം ഒന്ന് ചമ്മിക്കൊണ്ട് പറഞ്ഞു. ഇവൾക്ക് വേണമെങ്കിൽ ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. നീ എന്തിനാ ഇവൾക്ക് പൂവ് പറിച്ചു കൊടുക്കാൻ പോയത്? ശിവ മിത്തുവിനെ ചൊടിപ്പിക്കാൻ പറഞ്ഞു. കാര്യം മറ്റുള്ളവരോട് എപ്പോഴും നല്ല കൂട്ടാണെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ശിവയും മിത്തുവും മിക്കപ്പോഴും വലിയ അടിയിലാകും അവസാനിക്കുന്നത്. അതിന് തനിക്കെന്താ? ഞാൻ എൻ്റെ ആദിയേട്ടനോടാ പറഞ്ഞത്, അല്ലാതെ തന്നോടൊന്നുമല്ലല്ലോ. ശിവയോട് പറഞ്ഞുകൊണ്ട് ആദിയുടെ കയ്യിലെ പൂക്കുട അവൾ വാങ്ങിപ്പിടിച്ചു. നീ വാ, ഇരുട്ട് മുന്നേ വരണം. ശിവയെ രൂക്ഷമായി ഒന്ന് നോക്കി അവൾ ദേവുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നടന്നു. അവർ നടന്നകുന്നതും അതുവരെ ദേഷ്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞിരുന്ന ശിവയുടെ കണ്ണുകളിൽ ഒരു കുസൃതി വിരിഞ്ഞു. അജു പെട്ടെന്ന് മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിലേക്ക് നോക്കിയപ്പോഴാണ് പടിപ്പുരവാതിൽ കടന്നു പോകുന്നവരെ തന്നെ നോക്കി നിൽക്കുന്ന അഥർവിനെ കാണുന്നത്. അവന്റെ കണ്ണുകളിൽ വിരിയുന്ന ഭാവങ്ങളുടെ അർത്ഥം മാത്രം അവന് മനസ്സിലായില്ല. ഇപ്പൊ മാത്രമല്ല, അവൻ മിക്കപ്പോഴും ദേവുവിനെ നോക്കിയിരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അഥർവിനെ ഒന്നുകൂടി നോക്കിയ ശേഷം അജു അകത്തേക്ക് കയറി. ഡീ ദേവു, വൈശോട്ടം വരുന്നുണ്ട്. നീ അറിഞ്ഞിരുന്നോ? അമ്പലത്തിലേക്ക് പോകുവാൻ പാടവരമ്പിൽ കൂടി നടക്കുമ്പോഴാണ് ദേവുവിനോട് മിത്തു ചോദിച്ചത്. ഓ, ഏട്ടനോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട് വരുന്നുണ്ടെന്ന് ദേവു അവളോട് ചോദിച്ചു. ചിലപ്പോ നിനക്ക് വല്ല സർപ്രൈസും തരാനാകും, മിത്തു ഒന്ന് ആലോചിച്ച് പറയുകയാണ്. എന്നിട്ട് ഇപ്പോഴും ദേവു പറഞ്ഞത് കേട്ട് മിത്തു സ്വയം തലയ്ക്ക് കൊട്ടി. ശോ, ഞാൻ നിന്നോട് ഓർക്കാതെ പറഞ്ഞും പോയി. വെറുതെ അല്ല ശിവോട്ടൻ നിന്നെ എപ്പോഴും പൊട്ടത്തേന്ന് വിളിക്കുന്നത്. ദേവു അവളെ കളിയാക്കി പറഞ്ഞു. ഓ പിന്നെ നിന്റെ ഒരു ചീവേട്ടൻ. മിത്തു ദേവുവിന്റെ വാക്കുകളെ പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ്. ദേവു പോലും അത് കേട്ട് ചിരിച്ചുപോയി. മിത്തുവിന്റെ ചൊടികളിൽ ദേവു കാണാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്തായാലും വൈച്ചോട്ടം വരുന്നത് നന്നായി. എല്ലാം അവനോട് തുറന്ന് സംസാരിക്കണമെന്ന ചിന്തയിൽ ദേവു മിത്തുവിനൊപ്പം പാടവരമ്പിലൂടെ അമ്പലം ലക്ഷ്യമാക്കി നടന്നു. ഇന്ന് തിരുവാതിരയാണ്. തിരുവാതിര വ്രതം കുറച്ച് പക്വതയായ നാൾ മുതൽ താൻ എടുക്കുന്നതാണ്. അന്നൊക്കെ അമ്മയും ഉണ്ടാകുമായിരുന്നു. ദീർഘമംഗല്യത്തിനു വേണ്ടിയാണത്രേ പെൺകുട്ടികളും സുമംഗലിയായ സ്ത്രീകളും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ഞാനും മിത്തും വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്കും സുമംഗലന്മാരാകണമെന്ന് പറഞ്ഞ് വ്രതമെടുത്ത് രാത്രിയിൽ ഉറക്കമൊഴിക്കാൻ ഏട്ടനും വൈച്ചോട്ടനും കൂടെ കൂടും. തിരുവാതിരയ്ക്ക് ഈ ചുറ്റുമുള്ള സ്ത്രീകൾ എല്ലാവരും ഇവിടെ വരും. ചുരുക്കം പുരുഷന്മാരും ഉണ്ടാകും. അമ്മ ഉൾപ്പെടെയുള്ള പ്രായമായ സ്ത്രീകൾക്കാണ് കൂവപ്പായസം ഉണ്ടാക്കാനുള്ള ചുമതല. പിന്നെ തിരുവാതിരയും അക്ഷരശ്ലോകവും ഏട്ടന്റെ കീർത്തനങ്ങളും എല്ലാം കൊണ്ടൊരു ആഘോഷമായിരിക്കും ഇവിടെ. രാത്രി കഴിഞ്ഞു പോകുന്നത് പോലും അറിയില്ല. ഇപ്രാവശ്യം ഇവിടെ തിരുവാതിരാഘോഷങ്ങളുണ്ട്. എൻ്റെ ഏട്ടനില്ല, ഏട്ടന്റെ ശബ്ദമില്ല, അമ്മയുടെ സാന്നിധ്യമില്ല. ഈ തിരുവാതിര ദേവുവിന് നഷ്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. അമ്പല കമ്മിറ്റിക്കാരുടെ തീരുമാനമാണ് തിരുവാതിര ഈ വർഷം പുനഃസംഘടിപ്പിക്കണോ എന്നത്. ഓർമ്മകൾ കണ്ണുനീരായി കവിളിണകളെയും കഴുത്തിനെയും പുലുകിയെറിഞ്ഞപ്പോൾ അവൾ ചിന്തകളിൽ നിന്നുണർന്നത്. തിരുവാതിര വ്രതത്തിൽ രാവിലെ ഒരു മുങ്ങിക്കളി നിർബന്ധമാണ്. മുന്നേ കൊളുത്തിപ്പോകുമ്പോൾ കൂട്ടിന് അമ്മയുണ്ടാകും. ഇപ്രാവശ്യം ഒറ്റയ്ക്കാണ്. ചിന്തിച്ചു നിന്ന് സമയം കളയാൻ നേരമില്ലാത്തതുകൊണ്ട് മാറാനുള്ള തുണികളും എടുത്ത് അവൾ കൊളുത്തിലേക്ക് നടന്നു. ഏട്ടാ, ഒരു പെൺകുട്ടിയുടെ തേങ്ങൽ
കർണപടത്തിൽ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. തന്റെ ചൂടിലൊളിക്കാൻ കൊതിച്ചൊരു കുഞ്ഞുമുഖം അവന്റെ ഓർമ്മകളിൽ മിഴിവോടെ വന്നു. നെഞ്ചിൽ ഇപ്പോഴും അവളുടെ കണ്ണുനീർ ചൂടുണ്ട്. എന്താകും ഇപ്പൊ ഇങ്ങനൊരു സ്വപ്നം? മനസ്സാകെ അസ്വസ്ഥമാണ്. അവൻ ആദിയെ ഉണർത്താതെ ബാൽക്കണിയിലേക്ക് നടന്നു. ഒരു സിഗരറ്റ് ചുണ്ടിലായി കത്തിച്ച് ചേർത്തുകൊണ്ട്. കുറച്ചു കാലങ്ങളായി അസ്വസ്ഥമായ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ മാത്രം സിഗരറ്റിനെയും മദ്യത്തെയും ഇടയ്ക്ക് കൂട്ടുപിടിക്കാറുണ്ട് അജു. പുറത്തേക്ക് നോക്കി നിന്നപ്പോൾ ആളനക്കം പോലെ തോന്നി. ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ടു കുളിച്ചു വരുന്ന ദേവോനെ. നിലാവുദിച്ചു വരുന്നത് പോലെ ഒരുവൾ. അവനൊരു നിമിഷം അവളെ നോക്കി നിന്നുപോയി. അവൻ മേശയുടെ പുറത്തുണ്ടായിരുന്ന വാച്ച് കയ്യിലേക്കെടുത്ത് നോക്കി. വെളുപ്പിന് 4 മണി. ഇവൾ ഇത്ര രാവിലെ കുളിച്ചിട്ട് എവിടെ പോകുന്നുവെന്ന് അവൻ ചിന്തിക്കാതിരുന്നില്ല. അകത്തേക്ക് പോയി കുറച്ചു സമയത്തിനകം തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നതും കണ്ടു. കാവിന്റെ ഭാഗത്തേക്കാണ് അവൾ പോയത്. വിളക്ക് തെളിക്കാനാകുമെന്ന് അവൻ ഊഹിച്ചു. തനിയെ പോകുന്നത് കണ്ട് ഭയം തോന്നിയപ്പോ അവളെ അനുഗമിക്കാൻ അവനും തീരുമാനിച്ചു. വേഗം പടികളിറങ്ങി കാവിലേക്ക് നടന്നു വച്ചു. കാവിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതും അവളുടെ ശബ്ദം അവന്റെ കാലുകളെ തടഞ്ഞു. ഏയ്, താനിത് എങ്ങോട്ടാ? കുളിക്കാതെ നനയ്ക്കാതെ. അവനെ നോക്കി ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. അത് താനിങ്ങോട്ട് ഒറ്റയ്ക്ക് വരുന്നത് കണ്ടപ്പോ കൂട്ടിന് വരാന്ന് കരുതി, അതാണ്. അജു ഒന്ന് പരിങ്ങി. ഇതൊരു കാവാ. ശുദ്ധവും വൃത്തിയൊക്കെ പരിപാലിച്ച് ഞങ്ങളുടെ കുടുംബക്കാർ നോക്കിയിരുന്നതാ. ഇവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതാരായാലും പാലിക്കണം. പിന്നെ തന്നെ ഞാൻ എനിക്ക് കൂട്ടിന് ക്ഷണിച്ചോ? ജീവിതകാലം മുഴുവനും എനിക്ക് കൂട്ടിന് താൻ വരാൻ പോണില്ലല്ലോ. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ തനിക്ക് കൂടുതൽ ശുഷ്കാന്തി വേണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അവളൊരു താക്കീതുപോലെ പറഞ്ഞു. ദേവുവിന്റെ വാക്കുകളിൽ അവന് ദേഷ്യം തോന്നി. ഇവിടേക്ക് വന്ന അന്ന് ഇവളുടെ ഈ ഭാവം അവൻ സഹിക്കാൻ തുടങ്ങിയതാണ്. ഇവിടെ വരാൻ തോന്നിയ നിമിഷത്തെ അവൻ മനസ്സിൽ പഴിച്ചുപോയി. അതെ, ഞാൻ തന്നോട് ഓപ്പണായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. താൻ പറയുന്നു തനിക്ക് എന്നെ വെറുപ്പാണെന്ന്. എന്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ആദ്യമായി കാണുകയാണ്. അങ്ങനെയുള്ള എന്നെ താൻ വെറുക്കാൻ കാരണം എന്താ? ഞാൻ നിങ്ങളുടെ സ്വത്തുവകകൾ കൈക്കലാക്കിയെങ്കിലോ തന്നോട് മിസ്ബിഹേവ് ചെയ്തെങ്കിലോ തനിക്ക് എന്നെ വെറുക്കാം. വീഴാൻ പോയപ്പോ തന്നെ ഒന്ന് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ തന്നെ മോശമായി ടച്ച് ചെയ്തോ? പിന്നെ ഞാൻ ഓർത്തു താൻ പുരുഷന്മാരെ എല്ലാവരെയും വെറുക്കുന്ന ഒരു ടൈപ്പാണെന്ന്. പക്ഷേ ഞാൻ ഒഴികെ എല്ലാവരോടും താൻ ഫ്രണ്ട്ലിയാണ്. എനിക്കൊരുപാട് ശത്രുക്കളുണ്ട്. ബട്ട് അതിനെല്ലാം ഒരു റീസൺ ഉണ്ട്. പക്ഷെ തനിക്കുള്ള കാരണം അതെത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. താൻ എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അറിയാനും എനിക്ക് അവകാശമുണ്ട്. സോ പറയൂ ദേവാർത്തന, വാട്ട്സ് യുവർ റീസൺ? എനിക്കറിയണം. അർജുൻ സായിറാം എന്ന ഞാൻ ദേവാർത്തനയുടെ എനിമി ലിസ്റ്റിൽ എങ്ങനെ വന്നുവെന്ന്. അജു തന്റെ മനസ്സവളോട് തുറന്നു കാട്ടി. എനിക്ക് തന്നോടിപ്പോ പറയാൻ താല്പര്യമില്ല. ഒരിക്കലും പറയില്ല. എന്നല്ല, പറയും. ഈ ദേവാർത്തനയ്ക്ക് തന്റെ മുമ്പിൽ ഒരു ദിവസം വരാനാവും. ആ വരവിൽ തനിക്ക് മനസ്സിലാവുമല്ല. ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ മിസ്റ്റർ അർജുൻ സായിറാം എല്ലാം മനസ്സിലാക്കും. അവളുടെ ചുണ്ടുകൾ പുച്ഛത്താൽ കൂടി. അജുവിനെ തള്ളി മാറ്റി അവൾ മനയിലേക്ക് തിരികെ നടന്നു. അപ്പോഴും അർജുൻ ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ നിന്നു. പുതിയ ഒരു തിരുവാതിര ദിവസത്തിനെ എതിരേൽക്കാൻ തയ്യാറായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് മംഗലത്ത് മന. രാത്രിയിലെ പരിപാടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാണ് മിത്തുവും ദേവും. മിത്തു തിരുവാതിര കളിക്കുന്ന സ്ത്രീജനങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുവാണ്. ദേവു നിലവിളക്ക് തുടച്ചു വൃത്തിയാക്കുന്നു. വാസ്തവനും മാഷച്ചനും ടീച്ചറമ്മയും കുറച്ച് സ്ത്രീകളും തിരുവാതിരപ്പുഴുക്കും കൂവപ്പായസവും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അർജുൻ ഒഴികെയുള്ള മൂവരും ജീവിതത്തിൽ ആദ്യം കാണുന്ന ഈ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. അർജുൻ അശാന്തമായ മനസ്സിനെ ശാന്തമാക്കാൻ എന്ന പോലെ മുകളുടെ സോപാനപ്പടിയിൽ ഇരുന്നുകൊണ്ട് തന്റെ ലാപ്ടോപ്പിലെ ജോലി തിരക്കുകളിലേക്ക് ഊളിയിട്ടു. കുറേ നേരം ഇരുന്നു. ക്ഷീണം തോന്നിയപ്പോഴാണ് പുറത്തേക്ക് നടന്ന് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് അജുന് തോന്നിയത്. തിരുവാതിര ആയിരുന്നതുകൊണ്ട് തന്നെ അവിടെ മുക്കെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ട്. നിലവിളക്കിന്റെയും ചിരാതുകളുടെയും ശോഭയിൽ ഞെളിഞ്ഞു നിൽക്കുന്ന മംഗലത്ത് മിന്നു. തിരുവാതിരപ്പാട്ട് ഈണത്തിൽ ആലപിക്കുന്ന ശബ്ദം, ചന്ദനത്തിരയുടെയും പാതിരാവിൽ വിരിഞ്ഞ മുല്ലപ്പൂവിന്റെയും വശ്യ സുഗന്ധം എല്ലാം ചേർന്ന് മനസ്സിന് വല്ലാത്ത പോസിറ്റിവിറ്റി നൽകുന്നതായി അവന് തോന്നി.
അവിടുത്തെ കാഴ്ചകൾ അത് കൂടുതൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും ദേവുവിന്റെ പെരുമാറ്റം അവന്റെ കാലുകളെ തളയ്ക്കും പോലെ. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു പ്രാക്ടീസ് ചെയ്യുന്നവരെ നോക്കി നിൽക്കുന്ന മൂവർ സംഘത്തെ. മിഥുവിനെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ട് അവന്റെ ചുടികളിൽ പുഞ്ചിരി വിരിഞ്ഞെങ്കിലും ദേവുവിനോടായി ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന അതർവിനെ കണ്ട് അവന്റെ കണ്ണുകൾ പിടഞ്ഞു. ഉമ്മറത്തെ സോപാനപ്പടിയിൽ ഇരിക്കുമ്പോഴാണ് പടിപ്പുര കടന്നു വരുന്ന യുവാവിനെ എല്ലാവരും നോക്കുന്നത്. നല്ല ഉയരവും നിറവും ഒക്കെയുള്ള ഒരു സുന്ദരനായ യുവാവ്. മുണ്ടും ബേബി പിങ്ക് കളർ ഷർട്ടുമായിരുന്നു അവന്റെ വേഷം. നീണ്ട മുടി നെറ്റിയിലായി നിറഞ്ഞു കിടക്കുന്നു. ഒത്തിരി മെലിഞ്ഞതോ തടിച്ചതോ അല്ലാത്ത ഒരു ശരീരപ്രകൃതി. അതാരാണെന്നറിയാൻ ഒരാകാംക്ഷ അർജുന്റെ കണ്ണിൽ നിറഞ്ഞു. വൈശേട്ടാന്ന് വിളിച്ചുകൊണ്ട് മിത്തുവും ദീപവും അയാളെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടെന്ന പോലെ അജു ഒഴികെയുള്ള മൂവരും അവരുടെ അടുത്തേക്ക് നടന്നു. ഹായ്, ഞാൻ വൈശാഖ്, മിഥുവിന്റെ ബ്രദറാ. ദേവുവും മിത്തുവും ഒക്കെ പറഞ്ഞ് എല്ലാവരെയും അറിയാം. അവൻ 3 പേരെയും കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മറ്റുള്ളവരും അവനോട് തിരിച്ചു പരിചയപ്പെടുത്തി. സോപാനത്തിലിരിക്കുന്ന അർജുനായി വൈശാഖ് ഒരു പുഞ്ചിരി നൽകി. അവന്റെ നേരെ കൈകൾ നീട്ടി അവനെ പരിചയപ്പെടാനായി. ഹായ് വൈശാഖ്. വൈശാഖ് കൈകൾ നീട്ടി. ഐ എം അർജുൻ സായിറാം. അവൻ നീട്ടിയ കൈകളിലേക്ക് കൈകൾ ചേർത്ത് അജു തിരിച്ചു പരിചയപ്പെടുത്തി. അപ്പോഴേക്കും മിഥുവും ദേവവും വന്നു അവനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. വൈശേട്ടാ, ഏട്ടനൊന്ന് പാടുവോ? എത്ര നാളായി ഏട്ടൻ്റെ ഒരു പാട്ട് കേട്ടിട്ട്? മിഥു അവനോടായി ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് കഴിയില്ല മിത്തുട്ടി, നമ്മുടെ ഉണ്ണി വരട്ടെ, അപ്പോൾ പഴയ പോലെ നമുക്ക് എല്ലാവർക്കും കൂടണം. വൈശാഖ് അതിന് മറുപടിയായി പറഞ്ഞു. ഉണ്ണിയേട്ടന് നല്ല ചേഞ്ച് ഉണ്ടെന്നല്ലേ ഏട്ടൻ പറഞ്ഞേ? അപ്പൊ പിന്നെ എന്താ പ്രശ്നം? അടുത്ത തിരുവാതിരയ്ക്ക് നമുക്കൊപ്പം ഉണ്ണിയേട്ടനും ഉണ്ടാവും. മിത്തു പ്രത്യാശയോടെ അവനെ നോക്കി. ഉണ്ണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മൂവരുടെയും കണ്ണുകൾ ഈർന്നണിയിച്ചു. വൈശുവിനെ അന്വേഷിച്ചു വന്ന വാസുദേവൻ നമ്പൂതിരിയുടെയും. അല്ലെങ്കിലും വൈശുവിനെ കണ്ടാൽ അവരെ അറിയുന്ന ആർക്കാണെങ്കിലും അഗ്നിയെ ഓർമ്മ വരും. തിരിച്ചു അങ്ങനെ തന്നെ. ദേവുവിന്റെയും മിത്തുവിന്റെയും പോലെ തന്നെയുള്ള ആ നാട്ടിലുള്ള സമയങ്ങളിലെല്ലാം അവരുടെയും സൗഹൃദം. മോനെ വൈശു, വാസുദേവൻ വിളിച്ചപ്പോഴാണ് അവൻ അദ്ദേഹത്തെ കാണുന്നത്. നമ്പൂരിച്ചൻ എവിടായിരുന്നു? ഞാൻ ഇവളുമാരോടിപ്പോൾ അന്വേഷിച്ചതേ ഉള്ളൂ. വൈശാഖ് അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരക്കി. നമ്മുടെ വീട്ടിൽ തിരുവാതിര കൊണ്ട് ആടുവല്ലേ കുട്ടി, അപ്പൊ അതിന്റെ ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുമായിരുന്നു. എന്റെ ഉണ്ണിയും ഉമ്മയൊക്കെ ഉള്ളപ്പോ ഒന്നും അറിഞ്ഞിരുന്നില്ല. രണ്ടാളും എല്ലാത്തിനും മുന്നിൽ തന്നെ ഉണ്ടാകുമായിരുന്നു, നിന്റെ കയ്യും പിടിച്ച്. നീ വരൂന്നുകൂടി അറിഞ്ഞില്ല. അയാൾ നിറഞ്ഞ കണ്ണുകൾ തോളിക്കിടന്നു ഉത്തരീയത്താൽ ഒപ്പിക്കൊണ്ട് പറഞ്ഞു. വൈശാഖിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവനും ഉണ്ണിയില്ലാതെ മനയിലേക്ക് വരാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ദേവുവിനെയും നമ്പൂരിയച്ഛനെയും ഓർത്തപ്പോൾ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അയ്യേ, എന്റെ നമ്പൂരിയച്ഛൻ കരയാ. അടുത്ത തിരുവാതിരയ്ക്ക് നമുക്കൊപ്പം എല്ലാത്തിനും ഓടാൻ ഉണ്ണി ഉണ്ടാകും. ഉണ്ണി മാത്രമല്ല, ഉമാമയും ഉണ്ടാകും. നമ്മളെല്ലാവരും ഉണ്ടാകും. വൈശു പുറത്തേക്ക് വന്ന വിതുമ്പൽ ഒതുക്കി പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. കൂടുതൽ സമയം അദ്ദേഹത്തോട് സംസാരിച്ചാൽ അത് തന്നെയും അദ്ദേഹത്തെയും ഒരുപോലെ വിഷമിപ്പിക്കുമെന്ന് വൈശുവിനും അറിയാം. ഒരു മനസ്സും ഇരു ശരീരവുമായി നടന്ന കുട്ടികളാണ്. വാസുദേവൻ വൈശുവിനെ നോക്കി ഗദ്ഗതപ്പെട്ടു. ഇതൊക്കെ കേട്ടുകൊണ്ട് ഒന്നും മനസ്സിലാവാതെ അജുവും മുകളിലേക്ക് കയറി. തുടരും. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിഗൂഢതകൾ മാറ്റാട്ടോ.